Hello students, let us consider the next topic from module 2, that is 8051 microcontroller. Now Intel introduced 8051 referred as MCS51 in 1981. 8051 is an 8-bit microcontroller, that is CPU can work on only 8 bits of data at a time. Features of 8051 are 128 bytes of RAM, 4 kilobytes of on-chip ROM, 2 timers, 1 serial port, 4 input-output ports, each 8 bits wide, 6 interrupt sources. ഇപ്പോൾ ഇവിടെ 8051 ഒരു 8-bit മൈക്രോകൺട്രോളർ ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോകൺട്രോളർ ആൻഡ് ഓൾസോ we had seen that the applications, what are the applications of microcontroller. 8051 8-bit microcontroller ആണ്. അപ്പോൾ ഇവിടെ 8-bit microcontroller means that CPU, അതായത് 8051 CPU, it can work on only 8 bits, അതായത് ഒരു സമയത്ത് 8 bits of data മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ, വർക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു മൈക്രോ കൺട്രോളർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൈക്രോ കൺട്രോളർ ഇൻബിൽട്ട് മെമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ CPU, മെമ്മറി, ദെൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, അതെല്ലാം ഇൻബിൽട്ട് ആയിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ റാം ആണെങ്കിൽ 128 bytes of RAM are present in 8051 and 4 kilobytes of on-chip ROM is present in 8051. 2 timers, it has 2 timers, it has 1 serial port, 4 input-output ports. And each, അതായത് ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടും 8 bits wide ആണ്. 6 interrupt sources ഉണ്ട്. Okay. Next is 8051, actually it follows the Harvard architecture, that is separate instruction or data memories. അതായത് സെപ്പറേറ്റ് മെമ്മറീസ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷന് വേണ്ടി ആൻഡ് ഡേറ്റയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മെമ്മറീസ് ആണ് ഉണ്ടാവുക. സിംഗിൾ ചിപ്പ് മൈക്രോ കൺട്രോളർ ആണ് ആൻഡ് ഡെവലപ്ഡ് ബൈ ഇൻറ്റൽ ഇൻ 1981 ഫോർ യൂസ് ഇൻ ദ എംബെഡഡ് സിസ്റ്റംസ് ആൻഡ് ടുഡേ largely superseded by a vast range of faster or functionally enhanced 8051 compatible devices manufactured by more than 20 independent manufacturers. ഇപ്പോൾ ഇവിടെ 1981 ഇൻറ്റൽ ഡെവലപ്പ് ചെയ്തിരുന്നത് എംബെഡഡ് സിസ്റ്റമിൽ യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ കൂടുതലും വേറെയും വാസ്റ്റ് റേഞ്ച് ഓഫ് ഫാസ്റ്റർ 8051 കമ്പാറ്റബിൾ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. Now let us consider in detail the features of 8051. That is, it has 8-bit CPU with registers A and B. A, that is accumulator, and B. 16-bit program counter, that is PC, and data pointer DPTR registers. Then 8-bit program status word, that is PSW. 8-bit stack pointer, that is SP. Internal RAM, that is 0 to 4 kilobytes, and internal RAM of 128 bytes. Now these 128 bytes are actually made up of 3 parts, that is 4 register banks each containing 8 registers, 16 bytes which may be addressed at the bit level, 80 bytes of general purpose data memory, 32 input output pins arranged as 4 8-bit ports, that is P0 to P3, 2 16-bit timer or counters, that is T0 and T1, full duplex serial data receiver or transmitter, that is SBUF. Control registers are TCON, TMOD, that is SCON, PCON, and IP and IE. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 8051 ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേരിയസ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 8-bit CPU 8-bit ആണ്. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ A ആണ്, അക്യുമുലേറ്റർ, അതൊരു ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ആണ് 8051. ദെൻ B രജിസ്റ്റർ, ദെൻ 16-bit പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെയിം ഫംഗ്ഷനാണ് ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ 16-bit ആണ് പ്രോഗ്രാം കൗണ്ടർ PC. ആൻഡ് ഒരു 16-bit ഡേറ്റ പോയിൻ്റർ രജിസ്റ്ററും കൂടിയുണ്ട്. ഓക്കെ. ആൻഡ് ദീസ് ആർ ദ ആക്ച്വലി ഡേറ്റ പോയിൻ്റർ രജിസ്റ്റേഴ്സ് മോസ്റ്റ്ലി യൂസ് ഫോർ ദ പ്രോഗ്രാമിംഗ്. ദെൻ 8-bit പ്രോഗ്രാം സ്റ്റേറ്റസ് വേർഡ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റസ് എല്ലാം അറിയാൻ വേണ്ടിയുള്ള ഒരു രജിസ്റ്ററാണ് 8-bit register PSW.
Then 8-bit stack pointer. അപ്പം സ്റ്റാക്ക് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻറ്റർ. അത് 8-bit ആണ്. ദെൻ റോം എന്ന് പറയുന്നത് 4 kilobytes ആണ്. സോ 0 to 4 kilobytes ആണ് ഇൻറ്റേർണൽ റോം സൈസ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റാം എന്ന് പറയുന്നത് 128 bytes ആണ്. അപ്പോൾ ഈ 128 bytes എന്ന് പറയുന്നത് അതിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത് 4 രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ടാവും. അതായത് 4 രജിസ്റ്റർ ബാങ്ക്സ് ആണ്. ഈച്ച് ബാങ്ക് എന്ന് പറയുന്നത് 8 രജിസ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 32 രജിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ 16 bytes വിച്ച് മേ ബി അഡ്രസ്ഡ് അറ്റ് ദ ബിറ്റ് ലെവൽ. അതായത് ബിറ്റ് വൈസ് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന 16 bytes ഓഫ് മെമ്മറി ഉണ്ട് ഇൻറ്റേർണൽ റാമിൽ. ദെൻ 80 bytes ജനറൽ പർപ്പസ് ഡേറ്റ മെമ്മറിക്ക് വേണ്ടിയാണ് ഉള്ളത്. അങ്ങനെയാണ് 128 bytes ടോട്ടലി വരുന്നത്. ഇനി 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 4 8-bit പോർട്സ് ആണ് ഉള്ളത്. 4 8-bit പോർട്സ്. ഓക്കെ, അതായത് 4 പോർട്സ് എന്ന് പറയുന്നത് P0, P1, P2, P3 ആൻഡ് ഈച്ച് പോർട്ട് എന്ന് പറയുന്നത് 8 പിൻസ് ഉണ്ട്. ഓക്കെ, 8 ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് 8 into 4, ദാറ്റ് ഈസ് 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആർ അവൈലബിൾ. ദെൻ 2 16-bit ടൈമേഴ്സ് ഓർ കൗണ്ടേഴ്സ്. അതായത് ഇവിടെ ടൈമർ അതുപോലെ തന്നെ കൗണ്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമർ ആൻഡ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടൈമേഴ്സാണ് ഓർ കൗണ്ടേഴ്സാണ് T0, T1. ദെൻ ഇവിടെ ഒരു സീരിയൽ ഡേറ്റ റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഫുൾ ഡുപ്ലെക്സ് ആണ്. അപ്പോൾ അത് എസ് ബഫർ. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് എസ് ബഫർ. ദെൻ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം SFR ആണ്. ആക്ച്വലി സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ TCON, TMOD, SCON, PCON, then IP and IE. Okay, so we will be seeing these registers in detail. Then comparison of the 8051 family members. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിസൺ ഇവിടെ 8051, 8052 ആൻഡ് 8031 തമ്മിലാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ റോം ആണെങ്കിൽ 4 kilobyte ആണ് 8051, 8052 8 kilobyte ആൻഡ് 8031 0 kilobyte ആണ്. അപ്പോൾ അവിടെ റോം സ്പേസ് ഇല്ല 8031. ദെൻ റാം ആണെങ്കിൽ 128 bytes in 8051, then 256 bytes in 8052 and 128 bytes in 8031. Then timers, there are 2 timers in 8051, 3 timers in 8052, 2 timers in 8031. Input output pins, 32 pins in all the 3 types of 8051 family members. Then serial port, 1 serial port in each of the 3. Then interrupt sources, 6 interrupt sources for 8051 and 8 interrupt sources for 8052 and 6 interrupt sources for 8031.